ഗായ്സ്, വേദിക വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരുവാണ്. അപ്പോൾ കൃഷ്ണഗിരിയുടെ നിൽക്കുന്നുണ്ടു, അത് ചുമ്മാ ഒന്ന് പറിച്ചതാണ്. ഇതാണ് ആ പൂവ്. ചിലവർ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും കാണിക്കുവാണ്. ഇതാണ് ആ പൂവ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വഴിയൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഈ അത്തപ്പൂക്കളൊക്കെ ഇടുന്ന അവർക്ക് വേണ്ടിയിട്ട് ഈ കാട്ടുപൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കാൻ പറ്റും. അതാണ്ട് ഈ പൂവ്, പിന്നെ അതാണ്ട് ഇതൊക്കെ ഇടാൻ പറ്റുന്നതാണ്. എല്ലാവരും പറയുന്നത് ലോങ് വീഡിയോ ഇടണമെന്ന്, പക്ഷെ എൻ്റെ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. ഈ പൂ കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഈ പൂ നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഈ ഇലയും അത്തപ്പൂ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത്തപ്പൂ ഇടാൻ വളരെ ഭംഗിയായിരിക്കും. ഞാൻ ഒരു സൂത്രം കാണിക്കാം. ഈ കാണുന്ന പൂവ് നമുക്ക് അത്തപ്പൂക്കളത്തിനൊക്കെ ഇടാൻ പറ്റും. മത്തൻപൂ എന്ന് പറയുവേ. ഇത് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ കണ്ടതാണ്. ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. ഈ പൂക്കളൊക്കെ കണ്ടിട്ടില്ലാത്തവർ പറയാം. ഇതാണ് തുമ്പ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഈ പൂവ് അത്തപ്പൂ ഇടാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൂവാണ് ഈ പൂവ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടാവോ. ഇത് നല്ല പൂവാണ്, അത്തപ്പൂക്ക് ഇടാം. ഈ പൂവൊക്കെ അത്തപ്പൂ ഇടാൻ കൊള്ളാവുന്നതാണ്. കാട്ടുപൂക്കളൊക്കെ നല്ലതാണ്. ഇത് മുക്കൂറ്റി. ഈ പൂവും തുമ്പയുമാണ് അത്തപ്പൂ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത് അത്തനാളിൽ. അപ്പോൾ ഈ പൂ ഉപയോഗിക്കാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഗൈസ്. ഓണമായിട്ട് എന്താ എല്ലാവരും വീട്ടിലിരുന്ന് പരിപാടി? എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഈ ലോങ് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ പൂവും നമുക്ക് അത്തപ്പൂ ഇടാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസി, പിന്നെ ഈ ചെത്തിയും നമുക്ക് ഉപയോഗിക്കാം അത്തപ്പൂക്കളത്തിനൊക്കെ. നല്ല ഭംഗിയുണ്ടായിരിക്കും ഇങ്ങനെ വട്ടത്തിലൊക്കെ വെക്കുമ്പോൾ. ഇനിയിപ്പോൾ 10 മണിയാകുമ്പോൾ സാറ് പായസമൊക്കെ കൊണ്ടുവരും. സ്കൂളിൽ നിന്ന് പായസമൊക്കെ കൊണ്ടുവരും. ഗോതമ്പ് പായസമാണ്. നിങ്ങളെല്ലാവരും ഇനി ഓണത്തിന് അമ്മ വീട്ടിൽ പോകുന്നുണ്ടോ? പിന്നെ ഗൈസ്, ഈ ചെടിയും അത്തപ്പൂ ഇടാൻ നല്ലതാണ്. കാട്ടുപൂക്കളായതുകൊണ്ട് ഇടാം. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് കയറി വന്നു. ഒരു ഓണപ്പാട്ട് പാട്ടേ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പമ്പ കിടക്കണ്ടേ. സോറി ഗൈസ്, എനിക്കൊരു തെറ്റ് പറ്റി. പമ്പ കിടക്കണ്ടേ, പന്ത് കളിക്കേണ്ടെന്നാണ്. സോറി, അതുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തുവാണ്. ബൈ. ഞാൻ ഇനി ഒരു ലോങ് വീഡിയോ ഇടാൻ നോക്കാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഹാപ്പി ഓണം.